അല്ലടാ, നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലേ? ഒരു പെണ്ണിന് വേണ്ടി നീ പണി നിർത്തിയ എന്റെ ഗതി എന്താവും? വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തിക്കൊള്ളാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. ഒരേ ഒരു തവണത്തേക്ക് മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്യാം. അത് എത്ര വലിയ റിസ്ക് ഉള്ളതും ആയിക്കോട്ടെ. ലൈഫ് സെറ്റിൽ ആണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറ. പെട്ടി സൂക്ഷിച്ച് താഴേക്ക് വെച്ചോളൂ. ഷോറൂം ഇതാണെങ്കിൽ ഗോഡൌൺ എന്തുമായിരിക്കും? കറക്റ്റ് മാമ, ഇതുകൊണ്ട് ലൈഫ് സെറ്റിൽ ആക്കാം. നല്ല ഭാരമുണ്ടല്ലോ ചേച്ചി, എന്താ ഇതിനകത്ത്? എന്റെ കുടുംബത്തിന്റെ 7 തലമുറയ്ക്കുള്ള സമ്പത്താ. കൺട്രോൾ മാമാ. അയ്യോ, ചില്ലറ ഇല്ലല്ലോ. നീ അത് വെച്ചോ. അടിച്ചു, നമുക്ക് ബമ്പർ അടിച്ചു മോനെ. പെട്ടി ഇവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാന്ന് വെച്ചാ ഇവിടെ അത്രയും കള്ളന്മാരാണെന്നേ. നിങ്ങള് മാത്രം നല്ലവരാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. 1 minute. എന്ത് ചെയ്യാനാ ചേച്ചി? കൊച്ചുനാൾ പോലെ ഞങ്ങൾ നല്ലവരായി അങ്ങ് ശീലിച്ചു പോയി. ഈ പെട്ടി ഒന്ന് നോക്കാവോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഒന്നും പേടിക്കണ്ട. ഈ നിമിഷം മുതൽ ഈ പെട്ടി ഞങ്ങളുടെയാണെന്ന് കരുതിക്കോ. കരുതുന്നതിന് നമ്മൾ തന്നെ ധൈര്യമായിട്ട് പോയിട്ട് വരൂ ചേച്ചി. താങ്ക് യു. ഹരോഹര. ചേച്ചിയുടെ പെട്ടി പറ. ഓ, രാജസ്ഥാനവും കൊണ്ടുവന്ന മഹാലക്ഷ്മി. ഉമ്മ ഉമ്മ മാമ, ഉമ്മ. മൊത്തം 7 തലമുറയുടെ സ്വത്ത്. അതിലൊന്ന് മാറ്റി വെച്ച് തുല്യമാക്കിയാൽ ബാക്കി 6. 1 മാമന്, 5 എനിക്ക്. അപ്പൊ പിടിക്കപ്പെട്ടാൽ നിനക്ക് 5 കൊല്ലം, എനിക്കൊരു കൊല്ലം. എടാ, എനിക്കും ബുദ്ധി ഉണ്ടടാ മോനെ. മാമനാണെന്ന് പറഞ്ഞ് എപ്പോഴും പറ്റിക്കാവുന്ന കരുതരുത്. 6ൽ 50-50. 2 എനിക്ക്, 4 നിനക്ക്. അതെങ്ങനെ ശരിയാവുന്നേ? എന്താ ശരിയാവുന്നത്? കണക്ക് പഠിച്ചിട്ട് വരണം. പഠിച്ച കാര്യമൊന്നും പറയണ്ട. എല്ലാം കൃത്യമായിട്ടും ശരിയാ. സ്കൂളിന്റെ പണി കണ്ടിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിന് കാര്യം പറയണ്ട. പള്ളിക്കൂടത്തിൽ പോയിട്ട് ആദ്യം ബെല്ലല്ലേ അടിച്ചു മാറ്റിയത്. എന്താടാ, എവിടുന്ന് പൊക്കിയതാടാ ഇത്? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ സ്വന്തമാ. അവർ ഓൺ. എടാ, നിന്റെയൊക്കെ മോന്ത കണ്ടാൽ അറിയാവല്ലോ ഇത് നിങ്ങളുടെ അല്ലെന്ന്. എന്താടാ ഇതിനകത്ത്? ഡ്രസ്, ബ്രഷ്, പേസ്റ്റ്, കത്തി, ബ്ലേഡ്, ഷേവിംഗ് ഐറ്റംസ് ആണ്. എങ്കി ഒന്ന് തുറന്നേ നോക്കട്ടെ. എടാ മോനെ, നിന്റെ ബുദ്ധിയും ശക്തിയും തെളിയിക്കാൻ ഇത് തന്നെ അവസരം. ഇയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ കാണിച്ചു കൊടു. പെട്ടി തുറക്കാൻ വരട്ടെ. നീ ആരടാ? ഏമാ കളിക്കുക? പോലീസ് ഏമാ കളിക്കുക? നീ കാക്കി കുപ്പായി ഇട്ടോണ്ട് വന്ന പേടിക്കുന്നവരുണ്ട്. അതവിടെ വാടാ. ഇത് ടീം വേറെയാ മോനെ. നീ പോലീസ് ആണെന്നുള്ളത് എന്തുവാടാ തെളിവ്? നിന്റെ തൊപ്പി എവിടെ? ലാത്തി എവിടെ? പറയടാ. ഇതിൽ കൂടുതൽ തെളിയിക്കാൻ നിൽക്കല്ലടാ. സത്യഭാവു, പെട്ടി ഓപ്പൺ ചെയ്യ്. എന്താ മാമ? ഇനി ഒരുണ്ട കൂടി അവൻ ചെലവാക്കിയ ഈ പെട്ടിക്കകത്തുള്ള ഒന്നും എനിക്ക് അനുഭവിക്കാൻ യോഗം കാണത്തില്ല. ഓപ്പൺ ചെയ്യ്. പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്ന ഗ്യാങ്ങാടാ നിങ്ങള്? കിഡ്നാപ്പ് ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല സർ. ഡാഡിയാ? സ്വന്തം മോളെ തന്നെ കടത്തുവാനോടാ? അല്ലല്ല, അത് ഞാനും മോളും കൂടി ഒരു തമാശ കളിച്ചതാ അല്ലേ മാമ? ആക്കല്ലേ. നിന്നെയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ അഡ്രസ് എന്താടാ? ശാസ്ത്രി നഗർ, മട്ടാഞ്ചേരി. സത്യബാബു ആരോട് ചോദിച്ചാലും മതി. കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളണം. ദിവസവും എന്റെ ചെക്കിംഗ് ഉണ്ടാവും. കൊച്ചിനെ അവിടെ കണ്ടില്ലെങ്കിൽ തോക്കൊക്കെ എടുക്കുന്ന സർ. എന്റെ മോളെ ഞാൻ നോക്കൂലേ? കൃഷ്ണമണി പോലെ, സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ. സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ. സ്വന്തം കൃഷ്ണമണി പോലെ നോക്കുന്നീ.
രാജസ്ഥാനി പെണ്ണുമ്പിള്ള ഹാജി കാജി എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ട് മുന്നിൽ വന്നപ്പോ ഇവിടെ ഒരാൾക്ക് എന്തൊരു ഇളക്കമായിരുന്നു. ഉം. നല്ലവരാണെന്ന് അവര് പറഞ്ഞപ്പോ നീ എന്താ കാണിച്ചത്? എന്റെ അമ്മോ. ഡാഡി, നമ്മുടെ പുതിയ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഞാനൊരു കാര്യം ചോദിച്ചാ പറയൂ, മോളുടെ അച്ഛനാരാ? ഇത് തന്നെ. ചെല്ലി ആ ബെഡ്റൂമും കിച്ചണും ഒക്കെ കൂടി ചെക്ക് ചെയ്യപ്പോ. അതങ്ങ് പറഞ്ഞാ പോരെ. ഓ, എന്റെ അമ്മോ, ആരോ നന്നായിട്ട് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇവൾ എന്നെ കയറി അച്ഛന്ന് വിളിക്കുന്നുണ്ട്. എങ്ങനെ അറിയാൻ? എവിടെങ്കിലും ഒക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെ വരും. ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. ചവിട്ടടാ, ചവിട്ട്, എന്നെ ചവിട്ടടാ. ഇത് അവസാനത്തേതാണെന്ന് പറഞ്ഞ് എന്നെ ചതിച്ചിട്ട് ഇപ്പൊ എനിക്കായ കുറ്റം. ഇങ്ങോട്ട് നോക്ക്. 1 2 3. ഓ, ഇതിവിടെ ഇരുന്ന് പൊട്ടിയത് നീ സമാധാനം പറയൂ. അതല്ല മാമ. പോകരുത് അസത്തെ. ചെന്നാ കൊച്ചിന്റെ ചന്തി തേച്ച് കഴി ഒരുക്കി നിർത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ആ CIA ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ഇവിടെ ആരും ഇല്ലടാ. എവിടാടാ കൊച്ച്? നീ ആയി നിന്റെ കൊച്ചായി. നീ കാരണം എന്റെ ജീവിതം തെളിച്ചോളൂടാ. അയാൾ കണ്ണുട്ടി കാണിച്ചോണ്ടോ താൻ കിടന്ന് ഒച്ച വെച്ചോണ്ടോ ആ കൊച്ചെന്റേതാകൂ. ആ, അതിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേഷ്യം വന്ന ഞാൻ മഹാ ചീത്തയാണ്. അവസാനമായിട്ട് ചോദിക്കുക, മോളുടെ അച്ഛനാരാ? ഇത് ഓ, നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. കഷ്ടം. നിനക്കുള്ള പണി ഞാൻ തരാം. വാ. മോൾ ഇവിടെ ഇരിക്കേ, അച്ഛൻ ഇപ്പൊ വരാം. ഓക്കെ, കയറുന്നു കയറുന്നു. അമ്മ, ആ ശല്യം ഒഴിഞ്ഞു. മാമ എവിടെ പോണു മാമ? തൊട്ടുപോകരു തന്നെ. നിനക്കെന്താടാ? നീ ആ കൊച്ചിനെ കൊണ്ട് കളഞ്ഞടിച്ച് വന്നു. ഇപ്പൊ പോലീസ് ഇവിടെ എത്തും. നിനക്കൊരു കുഴപ്പമില്ല. അങ്ങനെ എന്റെ മുണ്ടാ ഇഷ്ടം. എന്നെ വിട. മാമ, ഇത്രയും കാലം എല്ലാം ഷെയർ ചെയ്തിട്ട് കഷ്ടകാലം വന്ന് ഇട്ടിട്ട് പോവാ. ഇതിലെനിക്ക് ഷെയർ വേണ്ട. മുഴുവനും നീ എടുത്തോ. തുറക്കടാ. മരുമോനെ, എന്റെ അമ്മോ, പോലീസ്. വേഗം ഒന്ന് എവിടെയെങ്കിലും ഒളിച്ചോ. മാമ, മാമ. അകത്ത് ആരും ഇല്ലടാ. എടാ, ആ തുറക്കാൻ. കൊച്ചിനെ ചോദിച്ചാ ഞാൻ എന്ത് പറയും? മോളെ മോളെ. എവിടാ? ഇവിടെ ആരും ഇല്ലടാ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്നെയാണോ? ഏയ്, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സാർ. സ്ട്രീറ്റ് ലൈറ്റ്, കോർട്ട് ബ്യൂറോ, പോസ്റ്റ് ബോക്സ്, ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാന്ന് മനസ്സിലായി. ഇതൊക്കെ എവിടുന്ന് അടിച്ചു മാറ്റിയതാടാ? നീയൊക്കെ കള്ളന്മാരാ? അയ്യോ അല്ല സാർ, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാ സാർ. അല്ല, ഈ കള്ളന്മാരെ കണ്ട എങ്ങനെ ഇരിക്കും? ഊതല്ലേ, ഷേപ്പ് മാറുന്നുണ്ട്. കൈ പൊക്കടാ. ആ സത്യബാബു വിടറാ. സത്യബാബു എന്ന് പറഞ്ഞ എന്താ സാർ? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നീ എവിടേക്കാടാ ഈ ഓടുന്നത്? ഞാൻ ഓടിയില്ലല്ലോ ആ സാർ. കൊച്ച വിടറാ. അല്ല, കൊച്ചു സത്യബാബുന്റെ അടുത്തോട്ട് സാർ. ആ, അപ്പൊ സത്യബാബു വിടറാ. അവന്റെ കൂടെ ആ കൊച്ചില്ലെങ്കിൽ നിന്റെ പോട്ടെ. റൈറ്റ്. ഈ കളി നല്ല രസമുണ്ട് ഡാഡി. നമുക്ക് ഒന്നുകൂടി കളിക്കാം. കുറച്ചു നേരമായി നീ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. എന്നിട്ട് എവിടെയാ സത്യബാബു കുട്ടി? പറടാ. കൊച്ച ആ ബെഡ്റൂമിൽ നീ കാണിക്കടാ. നടക്കടാ അങ്ങോട്ട്. വാടാ. കുഞ്ഞുറങ്ങ. എന്താ സാർ, എന്താ വന്നേ? വെരി ഗുഡ്. മോളെ ഇങ്ങനെ തന്നെ നോക്കണം.